അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അത്യാവശ്യം പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പോഴൊക്കെ മാർക്കറ്റ് ഇച്ചിരി വോളറ്റൈലാണ്. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രം എപ്പോഴും എൻട്രി എടുക്കുക. അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന പുതിയ എൻട്രി ഉണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ചാർട്ട് അനാലിസിസ് നടത്താൻ പോകുന്ന ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്വിക്ക് ഹീൽ അല്ലെങ്കിൽ ക്വിക്ക് ഹീൽ ടെക്നോളജീസ് എന്നുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂലൊക്കെ കയറിയിട്ട് ക്വിക്ക് ഹീൽ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പേരും അതൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ട്രെൻഡ് ലൈനൊക്കെ വരച്ച് നിങ്ങൾക്ക് ഒരു എൻട്രി ഒക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചിട്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം ഇതൊരു ചെറിയൊരു ഡൗണിലാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ഇങ്ങനെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇപ്പം നമ്മുടെ ചാനലിലോ അങ്ങനത്തെ ഒരു ഒന്നും റെഫർ ചെയ്യാതെ ഇപ്പം ഒന്നും പഠിക്കാതെ ഇവിടെ കയറി ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ, ഞാനിപ്പോൾ കാണിച്ചു തരാം, ആ ഒരു ഹൈ കയറി എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദിവസം വേണം അതൊന്ന് ബ്രേക്കായിട്ട് ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ മേടിച്ചത് എത്ര നാൾ നിങ്ങൾ നഷ്ടത്തിൽ ഹോൾഡ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ചെറിയൊരു ഡൗണിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈ കൂടെ കയറി വാങ്ങിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ദിവസം വേണം നിങ്ങൾക്ക് ഈ ചാർട്ടിൽ തന്നെ കാണാം. ഈ എടുത്ത് വെച്ചേക്കുന്നതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. അപ്പം അതെല്ലാം പോട്ടെ, നമുക്കിപ്പം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് നടന്നേക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ. ഈ ഏരിയയിലാണ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നേക്കുന്നത്. ഇവിടുന്ന് ബ്രേക്കായി ചെറിയൊരു റീട്രേസ് പോലെ വന്നിട്ട് താഴെ വോളിയം സ്പൈക്കിംഗ് ആണ്, വോളിയം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇനിയൊരു എൻട്രി ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകുന്നു. ഇങ്ങനെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ വെക്കുന്നു, അത് നമ്മുടെ വരയ്ക്കാനുള്ള സൗകര്യത്തിലാണ്. എന്നിട്ട് ട്രെൻഡ് ലൈൻ എടുക്കുന്നു. അതിൽ നമുക്കൊരു സപ്പോർട്ട് നമുക്ക് ആദ്യം ഒന്ന് പ്ലോട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ സപ്പോർട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്കൊന്ന് സപ്പോർട്ടൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു ഒന്നിച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്, അത് തന്നെ റെസിസ്റ്റൻസ്. നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസും നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ശരിയല്ലേ, വളരെ സിമ്പിളല്ലേ. പിന്നെന്താ നമുക്ക് വേണ്ടത്, പിന്നെ നമുക്ക് വേണ്ടത് എൻട്രി പോയിൻ്റ് ഉണ്ടോ എന്ന് അറിയുന്നൊരു കാര്യമാണ്. നമുക്കൊന്ന് സൂം ചെയ്ത് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ബാക്കിയൊക്കെ നമ്മളവിടെ വരച്ച് വെച്ച് ഇനി അപ്പുറത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി നമുക്ക് ഇപ്പുറത്തെ കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മളതിൻ്റെ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ വോളിയം കൂടിയിട്ടുണ്ട്, ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, കണ്ടോ ഈ ക്യാൻഡിലൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. പക്ഷേ ഇവിടെ നമുക്ക് ക്യാൻഡിൽ കാണാൻ പറ്റുന്നത് ചെറുതായിട്ടൊരു റിവേഴ്സൽ പോലെ ഇങ്ങനെ വരുന്നതാണ്. അപ്പം ചിലപ്പോൾ അതൊരു റീട്രേസ്മെൻറ്റ് പോലെ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് ഒരു 4 ഹവറിൽ പോവാം. നമുക്കൊന്നുകൂടെ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു നമ്മൾ വരച്ച ഈ ഹൊറിസോണ്ടലായിട്ട് വരച്ചേക്കുന്ന ഈ ഒരു ലൈൻ, ക്രോസ് ലൈൻ നോക്കുക. ഞാൻ ഈ മൂവ് ചെയ്യുന്ന സാധനം നോക്കുക, ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈനാണ്. ഒന്നുകിൽ പുതിയൊരു എൻട്രി നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ തന്നെ എൻട്രി എടുക്കുമ്പോൾ ചെറിയ താഴത്തെ ലെവലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വാങ്ങിക്കാം. അതാകുമ്പോഴത്തേക്ക് ഒന്ന് ഡൗൺ ആയാൽ പോലും നമുക്കാണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവർക്ക് വേറൊരു മെത്തേഡുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ ഈ ഒരു ഏരിയയിലാണല്ലോ റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലോട്ട് പോയി നോക്കാം. ഇപ്പോൾ കണ്ടോ, അവിടെ ആണല്ലോ റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ്ലി അത് കവർ ചെയ്തു. നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമ്മളത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ നമുക്കൊരു 1 അവർ നോക്കാം, നമുക്കൊരു പല ടൈം ഫ്രെയിം നോക്കാം, അല്ലാതെ ഇന്നൊരു ടൈം ഫ്രെയിം മാത്രമേ നോക്കാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു 2 അവർ നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ നോക്കിയാൽ ആ ഒരു ഏരിയയ്ക്ക് അകത്ത് തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം ഇവിടെ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ സാധ്യതകൾ നമുക്കുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഈ താഴത്തെ ഏരിയ തന്നെ മേടിക്കാൻ കംപ്ലീറ്റ്ലി ഫൈനാണ്. പക്ഷെ ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, എല്ലാവരും
ഒരേപോലെ തരതായിരിക്കണം എന്നില്ല. ചിലവർക്ക് റിസ്ക് ആണെങ്കിൽ അത്രയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, ചിലവരാണെങ്കിൽ റിസ്ക് എടുക്കും. ഇപ്പോൾ എനിക്കിത് ഡൗണിൽ വന്നാൽ പോലും ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ കയറും. ചിലപ്പോൾ ഈ താഴോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും. അത് ഓരോരുത്തരുടെ കേട്ടോ, ഒരിക്കലും കോളായിട്ട് പറയുന്നതല്ല. പിന്നെ ദാണ്ട് ഇവിടുന്ന് ചിലപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ട്രെയിൻ ലൈന് തൊട്ട് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വെക്കുന്നത്. എന്നിട്ട് നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിപ്പോൾ 2 അവർ കിടക്കുന്നു, പോട്ടെ മാറട്ടെ, ഒറ്റ സെക്കൻഡ്. നമുക്കിതിനകത്ത് നല്ലതുണ്ടോ, ഇവിടെ നമുക്കൊരു ഷോർട്ട് ടൈം രീതി നോക്കുമ്പോൾ പോലും അത് അത്യാവശ്യം കംപ്ലീറ്റ്ലി ഫൈനായിട്ട് തന്നെയാണ് ആ ഒരു ചാർട്ട് വരവണൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ തന്നെ, ഈ ഒരു താഴത്തെ ഈ ഒരു ലെവലിൽ തന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഈ ഒരു ഞാനത് ഡെയിലി അല്ലേ വീക്കിലി കാണിച്ചാലൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു റെഡ് ലൈൻ, ഈ കാണിക്കുന്ന ഈ റെഡ് ലൈന് താഴെ പോയാൽ മാത്രം നമ്മളൊന്ന് അലേർട്ടാകുക. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മുകളിലോട്ടൊരു മൂവ് വന്നാൽ നമ്മുടെ ആഗ്രഹം എപ്പോഴും മുകളിലോട്ട് പോകണമെന്നാണല്ലോ. ആ മുകളിലോട്ട് പോകലല്ല, ഈ മുകളിലോട്ട് പോകൽ, പ്രൈസ് അത് കിട്ടണമെന്നാണല്ലോ നമുക്ക് ആഗ്രഹം. അപ്പം അങ്ങനെ മുകളിലോട്ട് പോയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു തൊട്ടടുത്തൊരു നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഏത് ഏരിയയിലാണെന്ന് കണ്ടോ. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 900 സംതിങ് രീതിയിലോട്ടില്ല ഇവിടെ ബ്രേക്ക് ആയ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ വന്നാൽ പോലെ തൊട്ടടുത്ത് ഒറ്റ ലൈൻ പോലെ മുകളിലോട്ട് ഇപ്പോൾ ബ്രേക്ക് ആയി പോയെന്നിരിക്കട്ടെ, കാണാൻ നല്ല സാധനമെങ്കിൽ പോലും എന്നിട്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് എത്ര അതിനടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നുണ്ടോ. ഒരു 900 രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് അടുത്ത് തന്നെ നമുക്കാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ പോകുമെന്നല്ല. ഇപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിട്ട് പിന്നെ അതാണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഈ ഒരു മൂവ്മെൻറ്റൊക്കെ തരുന്ന സ്റ്റോക്കുകളുണ്ട്. ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും തരുന്നത്. ആകെ ചെയ്യാനുള്ളത് നമുക്ക് ക്ഷമിച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം മുതൽ ഇത് ഇങ്ങനെ തന്നെ പോകത്തുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പം പിന്നെ അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് ബ്രേക്ക് ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, പിന്നെ നമുക്കൊരു നെഗറ്റീവ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാമെന്നാണല്ലോ. അപ്പം ബ്രേക്ക് ചെയ്ത് താഴെ പോയാലും ഇവിടെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ബ്ലൂ ലൈൻ അല്ലെങ്കിൽ ആ സപ്പോർട്ട് ലൈനിൽ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ ചിലപ്പോൾ അത് കയറിയേക്കാം. ഇപ്പം താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഒത്തിരി താഴോട്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ഇത് തട്ടിയിട്ട് പിന്നെ താഴോട്ട് പോകുകയാണെങ്കിൽ പിന്നെ ഹോൾഡ് ചെയ്യല്ലേ, കാരണം നമ്മുടെ വ്യൂ തെറ്റിയെന്ന് അതിനകത്ത്. ഓക്കെ, സോറി, ഇത് മായുന്നത് മകളെ. ഓക്കെ, അപ്പം ഓർത്ത് നോക്കുക, താഴേന്ന് വാങ്ങിച്ചവരൊന്നും പേടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും കംപ്ലീറ്റ്ലി ഫൈനായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ലൈൻ, ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം പേടിച്ചാൽ മതി. ഇപ്പോൾ തൊട്ടടുത്തുള്ള മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു ചാനലിനകത്ത് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും വരാനുള്ള ചാൻസ്. പിന്നെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ നല്ല രീതിക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഒരിക്കലും ഒരു അനാലിസിസ് 100% അല്ലെങ്കിൽ റിസ്ക് പ്രൂഫായിട്ടുള്ളൊരു സംഭവം ഇല്ല. നമുക്ക് ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ട് കയറാവുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പലർക്കും പലതായിരിക്കും. ചിലർ ചാനൽ പാറ്റേൺസ് ചിലപ്പം കയറും, ചിലർ ട്രയാങ്കിൾ പാറ്റേൺ മാത്രമേ ചിലപ്പം ട്രേഡ് ചെയ്യത്തുള്ളവർ കാണും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കയറുക. നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ നല്ല നല്ല ഷെയറുകൾ നമ്മൾ എവിടെ നിന്ന് കിട്ടിയാലും നമ്മളെടുത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത് കണ്ടാൽ മനസ്സിലാവും. നമ്മളിത് പഠിക്കുക എന്നുള്ള രീതിയിൽ, എൻട്രി കണ്ടില്ലെങ്കിൽ പോലും പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഇത് നമുക്ക് പരിപാടി നിർത്താം. അതായത് ഒത്തിരി വീഡിയോ നീണ്ടു പോകുന്നു കണ്ടോ ആ ഒരു ഏരിയ. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ വരച്ച കാര്യങ്ങൾ, വരച്ചതിൻ്റെ ലോജിക്കെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു വ്യൂ കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. ആരോ ഇവിടെ ഇരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എൻട്രി എടുക്കാതിരിക്കുക. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുക, നല്ല രീതിക്ക് ഏൺ ചെയ്യുക, മാർക്കറ്റ് കണ്ടീഷൻ നോക്കി ബുദ്ധിപരമായിട്ട് മാത്രം. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.